പരിശുദ്ധവും പരിപാവനവുമായ ദുൽഖഅദ മാസത്തിലെ പരിപാവനമായ വെള്ളിയാഴ്ച സുദിനം. ഈ വെള്ളിയാഴ്ചയിൽ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായും ഉടനടി നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ അള്ളാഹു ഭാഗ്യം തരുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ സ്വലാത്ത്. അതുപോലെ ഈ വെള്ളിയാഴ്ച ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ 1,00,000 നന്മയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് 25,000 പ്രതിഫലങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അത്ഭുതത്തിന്റെ ദിക്ർ. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ ഏത് ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദുആ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിയാൽ അത് നടക്കാതെ പോകില്ല എന്ന് മുത്തുനബി തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതത്തിന്റെ ദുആയും ചേർന്ന വളരെ പവിത്രമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ അമൽ ചെയ്യാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു നമ്മ എല്ലാവരെയും അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, ഇന്ന് ദിവസങ്ങളുടെ നേതാവ് അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, പാവപ്പെട്ടവരുടെ പെരുന്നാളിന്റെ ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ജുമഅ മുബാറക് അല്ലേ? പരിശുദ്ധമായ ജുമഅ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരാഴ്ചയുടെ പ്രതിഫലത്തിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രതിഫല നിർണയത്തിന്റെ ദിനരാത്രങ്ങളും നിമിഷങ്ങളുമാണ് വെള്ളിയാഴ്ചയുള്ളത്. ഒരു വെള്ളി മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ കാവലിലായി ഇരിക്കാൻ നാം പരിശ്രമിക്കേണ്ട സുന്ദരമായ അനുനിമിഷങ്ങളുള്ള നിമിഷങ്ങളാണ് ഈ വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവ ഫക്കീറന്മാരുടെ മിസ്കീന്മാരുടെ സാധുക്കളുടെ പെരുന്നാളായി മുത്തുനബി തങ്ങൾ എണ്ണിയത് വെള്ളിയാഴ്ചയെ. അത്രയും പവിത്രമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അടിയാറുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പരലോകത്ത് കടന്നു ചെന്ന് നരകത്തിലേക്ക് പറഞ്ഞയച്ചവരായ അടിയാറുകളെ നരകമോചനം കൊടുക്കുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച. അള്ളാഹു സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അത്രമാത്രം പവിത്രതയുള്ള ഈ വെള്ളിയാഴ്ച നാം പരിശുദ്ധമായ ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസത്തോട് ചേർത്തു പറഞ്ഞ ആ പവിത്രമായ ദുൽഖഅദയുടെ വെള്ളിയാഴ്ചയാണ് നാം എല്ലാവരും ഉള്ളത്. ആ പരിശുദ്ധവും പരിപാവനവുമായ ഈ വെള്ളിയാഴ്ചയിൽ എത്രമാത്രം പ്രതിഫലങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിയോ അത്രമാത്രം പ്രതിഫലങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗവും അടുത്തയാഴ്ച വരെയുള്ള എല്ലാ നേട്ടങ്ങൾക്കും അള്ളാഹു നമ്മെ കൈപിടിച്ച് അനയിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്റെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, വാപ്പമാരോട്, പെങ്ങന്മാരോട് ചോദിക്കാണ്, എന്റെ മുഹബ്ബീങ്ങളെ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മളൊക്കെ പറയണ എന്താണെന്നറിയോ? ഉസ്താദേ, ഒരുപാട് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് ഹജ്ജിന് പോകണമെന്ന്. അള്ളാന്റെ പരിശുദ്ധമായ ഹജ്ജ്, ആ പരിശുദ്ധമായ ഉംറ, അത് വലിയ കൊതിയാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ? ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഹജ്ജിന് യാത്ര പോകുന്ന സമയമാണ് ദുൽഖഅദ മാസം. പല ആളുകളും പോയി അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജും ഉംറയൊക്കെ മഖ്ബൂലും മബ്റൂറുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും വന്നിട്ട് പറയും, അതെ ഞാൻ ഹജ്ജിന് പോവാണ്, നിങ്ങൾ ദുആരക്കനൂട്ടാ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയില്ലാത്ത, നമ്മളെക്കാൾ ആരോഗ്യമില്ലാത്ത, നമ്മളെപ്പോലെ ആഫിയത്തില്ലാത്ത പല ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചവനെ ഇവൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന്. അത് റബ്ബിന്റെ ഖദറാണ്. മഹാപ്രവാചകനാകും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷണം സ്വീകരിച്ച് അള്ളാന്റെ അതിഥിയായി കടന്നു പോകാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം കൊടുത്തത്. ഒരാളെ അള്ളാഹു ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് സമ്പത്തിനെ നോക്കിയിട്ടല്ല, ആരോഗ്യം നോക്കിയിട്ടല്ല, ആഫിയത്ത് നോക്കിയിട്ടല്ല, ഖൽബിൽ നോക്കിയിട്ടാണ്, ആഗ്രഹം നോക്കിയിട്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അവന്റെ ഖൽബ് നോക്കിയിട്ടാണ്. എന്നാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ ആ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ഒരു 300 വട്ടം ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്ക്. ഒരൊറ്റ നിയത്ത്, ഒന്നും വേണ്ട, ഒരൊറ്റ നിയത്തെ മനസ്സിലുള്ളൂ. പടച്ചവനെ, എനിക്ക് അടുത്ത് തന്നെ ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിക്കണം. ഒന്നുകിൽ ഈ വർഷം, അല്ലെങ്കിൽ എന്റെ മരണത്തിന് മുമ്പ് അടുത്ത വർഷം തന്നെ ഹജ്ജിന് പോകുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേര് നീ ചേർക്കണം പടച്ചവനെ. ആ ഇബ്രാഹിമിയുടെ വിളി എനിക്കും കിട്ടണം റബ്ബേ. അതിന് ഉത്തരം നൽകാൻ എന്നെ നീ തിരഞ്ഞെടുക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിൽ 300 വട്ടം നിങ്ങളെ സ്വലാത്ത് ചൊല്ലി. ഇപ്പൊ നമ്മൾ ഉസ്താദെ 300 വട്ടമൊക്കെ വലുത്, ഏത് സ്വലാത്തെന്ന് അറിയില്ലല്ലോ, 300 വട്ടമൊക്കെ ഒരുപാട് വലുതായി പോലും വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഒരു 33 വട്ടം കൽബിൽ തട്ടി നിങ്ങൾ ചൊല്ലിക്കോളി. ഏത് സ്വലാത്തെന്നറിയോ? ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചത് മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മുത്തുനബി തങ്ങൾ ഹദീസിന്റെ ആശയത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു ദിവസം 300 വട്ടം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുക്കി 300 വട്ടം നിങ്ങൾ ചൊല്ലിക്കോളി. അതിന് കഴിയുന്നില്ല, ഒരു 33 വട്ടം ഇബ്രാഹിമി
ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ നമസ്കാരത്തിൽ അത്തഹയ്യാത്തിന് ശേഷം ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിമ വഅലാ അലി സയ്യിദിനാ ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹിമ വഅലാ അലി സയ്യിദിനാ ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാത്തവരാരുമില്ല. ഈ ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു 300 വട്ടം, ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്തുകൾ 300 എണ്ണം പിടിക്കുന്ന വലിയ മഹത്വമുള്ള മഹാരഥന്മാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 300 വട്ടം, അതല്ല ഒരു 33 വട്ടമെങ്കിലും ഇന്ന് മുതൽ പതിവാക്കിക്കോളിൻ. ഉറപ്പായും ഹജ്ജിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവങ്ങളിലൂടെ ഒരുപാട് ആളുകൾ അനുഭവങ്ങളുടെ സ്വലാത്ത് ചൊല്ലി പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലേക്ക് കടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ സ്വലാത്ത് നമ്മൾ അതുപോലെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യം, സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ ചില ഉമ്മമാര് പറയും, ഉസ്താദേ സമയമില്ല, അടുക്കള ജോലി, മക്കളെ കാര്യം, ഭർത്താവ് ഒന്നിച്ച് ചൊല്ലണ്ട, സുബൈ കഴിഞ്ഞ് 2 പേജ് ഓത്, സുബൈ കഴിഞ്ഞ് 2 പേജ് ഓത്, എന്നിട്ട് സുബൈക്ക് മുമ്പ് 2 പേജ് ഓതി, സുബൈക്ക് ശേഷം 2 പേജ് ഓതി, എന്നിട്ട് ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ദുഹാ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതി, ജുമഅയ്ക്ക് മുമ്പ് ഓതി തീർത്താൽ മതി. ഒന്നിച്ചിട്ട് ഒറ്റ ഇരിപ്പ് നിങ്ങൾ കഹ്ഫ് ഓതണമെന്നില്ല. നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതി തീർത്താൽ മതി. അള്ളാഹു അങ്ങനെ അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ രണ്ടാമത് ശ്രദ്ധിക്കണം, നഖങ്ങൾ നമ്മൾ മുറിക്കുക. നഖങ്ങൾ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്ത്. ഒരാഴ്ച വരെ അള്ളാന്റെ കാവലാണ്, ഒരാഴ്ച വരെ കാവലാണ്, രോഗങ്ങളെ തൊട്ട് രക്ഷയാണ്. നഖം മുറിക്കുക ശുദ്ധി ഈമാന്റെ ഭാഗമാണ്, നഖം മുറിക്കുക. അതുപോലെ മൂന്നാമത് സുന്നത്തായ കുളി. ജുമഅയ്ക്ക് വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്തിൽ നിങ്ങൾ കുളിക്കണം. വെറുതെ നമ്മൾ കുളിക്കാണ്, ജോലി കൊതിക്ക് വേഗം നമ്മൾ കുളിച്ച് പള്ളിയിൽ അങ്ങ് പോവാണ്, നിയ്യത്ത് വെക്കാറില്ല. ജുമഅയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിയ്യത്താണ് പടച്ചവൻ സ്വീകരിക്കുക. അങ്ങനെ ജുമഅയുടെ സുന്നത്തിന്റെ കുളി കുളിച്ചാൽ അള്ളാഹു ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളും ആയിരക്കണക്കാന മലക്കുകളുടെ ദുആയും അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നാലാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ 7 സുന്നത്തുകളാണ് എന്ന് പറയാൻ പോകുന്നത്. നാലാമതും ശ്രദ്ധിക്കാനുള്ള, ജുമഅയ്ക്ക് നേരത്തെ പള്ളിയിൽ പോകുക. ഉപ്പമാർ, സഹോദരങ്ങൾ, ഇക്കാക്കമാർ, അനുജന്മാർ നേരത്തെ പള്ളിയിൽ പോവുക. സുഹാബത്ത് വിളക്ക് തെളിയിച്ച് പള്ളിയിൽ പോകുമായിരുന്നു പാതിരാത്രി ജുമഅയ്ക്ക് വേണ്ടി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രമാത്രം പ്രതിഫലമുണ്ട്. ഉമ്മമാർ ചിന്തിക്കും, ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ. വേണ്ട ഉമ്മ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ച് ജോലികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് വേഗം നിസ്കാരപ്പായിലേക്ക് വരിൻ, കുറച്ചു നേരം അവിടെ ഇരിക്കും, ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കും. വലിയ പ്രതിഫലമാണ്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ 5ാമതൊരു പ്രതിഫലം നബി തങ്ങൾ പറയാണ്, നിസ്കാര ശേഷം, ജുമഅ നമസ്കാര ശേഷം, ഉമ്മമാര് ളുഹർ നമസ്കാര ശേഷം ഈ പറയാൻ പോകുന്ന ദിക്ർ ഒരു 100 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, 1,00,000 പ്രതിഫലമാണ്, 1,00,000 നന്മ. ഒന്ന് ആലോചിച്ചൊക്കെ, എങ്ങനെ പരിശ്രമിച്ചാൽ കിട്ടുന്നത് 1,00,000 നന്മ. ഇതൊരു വെള്ളിയാഴ്ചത്തെ കാര്യം മാത്രം, അടുത്ത വെള്ളിയാഴ്ച അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല, വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങൾ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, ളുഹർ നമസ്കാര ശേഷം ഈ ദിക്ർ 100 വട്ടം നിങ്ങൾ പതിവാക്കിക്കോളി. 25,000 പ്രതിഫലം നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും, മരണപ്പെട്ടവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, 25,000 പ്രതിഫലം നമ്മുടെ ഉമ്മാക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാണ്. 1,00,000 നന്മ നമുക്ക് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏതാണ്? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഇതറിയാത്ത ആരാ ഉള്ളേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നൊരു 100 വട്ടം നിങ്ങൾ ളുഹർ നിസ്കാര ശേഷം അല്ലെങ്കിൽ ജുമഅ നമസ്കാരം കഴിഞ്ഞിരുന്ന് ചൊല്ലിയാൽ ഈ പ്രതിഫലമുണ്ട്. മറക്കണ്ട, മുടക്കണ്ട, പ്രതിഫലം വാങ്ങിച്ചെടുത്തോളിൻ. അത് മാത്രമല്ല, ളുഹർ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, അല്പം വിശ്രമിച്ചു, അസറിന്റെ ബാങ്ക് കേട്ടു, ജമാഅത്തായി പുരുഷന്മാരെ നിർവഹിക്കും, ഉമ്മമാരെ നിർവഹിക്കും. 6ാമത് മഹാരഥൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നു, അസറിന് ശേഷം ദുആ ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ചയുടെ അസറിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ഒരുപാട് രോഗങ്ങളുള്ളവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്. എല്ലാറ്റിനും പരിഹാരം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ വജ്രായുധം അത് പ്രാർത്ഥനയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അസർ നമസ്കാരം കഴിഞ്ഞ് വെറുതെ പാഴാക്കി കളയാതെ നമ്മൾ ദുആ ചെയ്യുക. അത് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് മുത്തുനബി തങ്ങൾ. അതുമാത്രമല്ല, 7ാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, മകന് ജോലിയില്ല, മകന് വിവാഹം നടക്കണില്ല, അങ്ങനെ എന്താഗ്രഹമാകട്ടെ, നിങ്ങളുടെ മനസ്സിൽ നല്ല നിയ്യത്തോടുകൂടി 1 വട്ടം ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, എണ്ണം പറയുന്നില്ല, അപ്പൊ കൽബിൽ തട്ടി 1 വട്ടമെങ്കിലും ചൊല്ലിയാൽ മതി. അപ്പൊ നമ്മുടെ കൽബിൽ ഈമാൻ തറമാകുന്നത് വരെ നമുക്ക് ചൊല്ലാം. ഏതാണ് ദുആ? അതാണ് ഈ കാണുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ
والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام. ഈ പരിശുദ്ധമായ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ മനസ്സിന്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹ് നിറവേറ്റി തരുമെന്ന് ആരാ പറഞ്ഞത്? മുത്തനബി തങ്ങളാ. പിന്നെ സംശയിക്കാനുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നിറവേറാൻ ഇത് കഴിയും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ ശ്രദ്ധിക്കാനുള്ള, ഈ വെള്ളിയാഴ്ച നാം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാ 7 സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഹജ്ജിന് ഭാഗ്യം ലഭിക്കാൻ കഴിയുന്ന സ്വലാത്ത് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മുടെ ഹലാലായ മുറാദുകൾ നിറവേറ്റിയെടുക്കാൻ ഒരു ദുആ നമ്മൾ പഠിച്ചു. അതുപോലെ 1,00,000 നന്മയും വാപ്പാക്കും ഉമ്മാക്കും 25,000 പ്രതിഫലവും വാങ്ങിക്കൊടുക്കുന്ന അത്ഭുതത്തിന് ദിക്ർ നമ്മൾ പഠിച്ചു. ഇതൊക്കെ വെറുതെ കേട്ട് കളയരുത്, കൽബിൽ തറമാക്കി ഒരു വെള്ളിയാഴ്ചയില്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ചൊല്ലാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ സുന്നത്തുകളാണ്. വെള്ളിയാഴ്ച പാഴാക്കരുത്. ആ വെള്ളിയാഴ്ച നാളെ നമുക്ക് ഷഫാഅത്തായി കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയെ പരിഗണിച്ചാൽ ആ വെള്ളിയാഴ്ച രാവിലോ മരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുക. അല്ലാഹു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ച് ഖബറിലേക്ക് പോകാൻ അല്ലാഹു ഭാഗ്യം നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒരുപാട് ആളുകൾ കമലിലൂടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. രാവിലെ ഇതുപോലെ ഒരു ഉപകാരപ്രദമായ വീഡിയോ, അതുപോലെ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന കുറച്ച് ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കും. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഒരു മജ്‌ലിസാണ് ബദറിൻ തീരമെന്ന മജ്‌ലിസ്. ആയിരങ്ങൾ സംഗമിക്കുന്ന മഹത്തുക്കളുടെ ചരിത്രം പറയുന്ന ആ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ബദറിൻ തീരമെന്ന ചാനലിലാണ് നടക്കുക. രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ജീവിത ചരിത്രം പാടി പറയലാണ് ചരിത്രം. തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും ചൊല്ലുന്ന ആ മജ്‌ലിസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.